അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഇന്ന് പരിശുദ്ധമായ അറഫ സംഗമ ദിവസമാണ്. ലക്ഷക്കണക്കിന് ഹാജിമാർ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് കറുത്തവനും വെളുത്തവനും പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം അള്ളാഹു എന്ന ഒരു ചിന്തയോടുകൂടെ, ഒറ്റ മനസ്സോടുകൂടെ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഗമ ഭൂമിയാണ് അറഫ ദിവസം, അറഫ മൈതാനം. അള്ളാഹു തൻ്റെ മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണിന്ന്. ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് മലക്കുകളോട് അഭിപ്രായം ചോദിച്ച നിമിഷത്തിൽ മലക്കുകൾ ഒന്നാകെ പറഞ്ഞു, അള്ളാഹുവേ, ഞങ്ങളില്ലേ അങ്ങേക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭൂമിയിൽ ഒരു രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കണോ എന്ന് ചോദിച്ച മലക്കുകളോട് അള്ളാഹു അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കുന്ന നിമിഷമാണ്, ദിവസമാണ് ഇന്ന്. അറഫയിലെ ലക്ഷക്കണക്കിന് ഹാജിമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു അഭിമാനം പറയുന്ന ദിവസമാണെന്ന്. ഈ അറഫ ദിവസത്തെ ബഹുമാനിക്കുന്ന കോടിക്കണക്കിന് മുഅ്മിനീങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു അഭിമാനം പറയുന്ന ദിവസമാണെന്ന്. അപ്പോൾ അള്ളാഹു അത്രയധികം അഭിമാനം കൽപ്പിക്കുന്ന മഹത്തായ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബി റളിയല്ലാഹു അൻഹയും കൂടി 40 വർഷത്തോളം അലഞ്ഞിട്ട് അവസാനം സംഗമിച്ച, തിരിച്ചറിഞ്ഞ ആ ഭൂമിയാണ് പരിശുദ്ധമായ അറഫ മൈതാനം. ആ മൈതാനത്താണ് ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരേ തരത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരേ തരത്തിൽ ചിന്തിച്ചുകൊണ്ട്, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് അള്ളാഹു ഒരുപാട് ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുണ്ട്. രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള രാത്രി എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിക്കാണെങ്കിൽ, പകലുകളിൽ ഏറ്റവും അള്ളാഹു പ്രാധാന്യം കൽപ്പിക്കുന്ന, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന പകലാണ് ഈ പരിശുദ്ധമായ ഇന്നത്തെ പകൽ. ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് ഇന്നാണ് അറഫാ ദിനം, നാളെയാണ് പെരുന്നാൾ. നമുക്കും വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. നമുക്ക് നാളെയാണ് അറഫാ ദിനം. കാരണം ഭൂമിയുടെ കറക്കമനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം സമയത്തിൽ ഉണ്ടാകുന്നു. അതിനനുസരിച്ചാണ് ഓരോ മുസ്ലിമും പ്രവർത്തിക്കേണ്ടത്. ഓരോ മുസ്ലിമും നമ്മുടെ ഇബാദത്തുകളെല്ലാം, നമ്മുടെ നമസ്കാരവും അവിടുത്തെ സമയത്തിനനുസരിച്ചല്ല നമുക്ക് ഇവിടുത്തെ സമയം. അപ്പം നമ്മൾ ഇവിടെ എപ്പോഴാണോ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇബാദത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിക്ക് നേരെ അള്ളാഹു തുറന്നു വെക്കുന്ന ദിവസമാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന ദിവസമാണ്. നമ്മൾ ഒരുപാട് പരാതി ഉണ്ടാവും നമുക്ക്, അള്ളാഹു നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ പരീക്ഷണമായിട്ട് എടുക്കേണ്ട, ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുന്ന ദിവസമാണെന്ന്. നമ്മുടെ ഓരോ തസ്ബീഹിനും, ഓരോ തഹ്ലീലിനും, ഓരോ ഇസ്തിഗ്ഫാറിനും അള്ളാഹു അത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ദിവസമാണിത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസവും, ഇന്നും നാളെയും, നാളെയാണ് നമുക്ക് അറഫ ദിനം വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ലക്ഷക്കണക്കിന് ഹാജിമാരുടെ കൂടെ ആ ഹൃദയം ചേർന്ന് നിൽക്കേണ്ട ദിവസമാണ്. ആ ബഹുമാനം കൽപ്പിക്കേണ്ട ദിവസമാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകളാകാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരും. അള്ളാഹുവോട് നമ്മൾ റഹ്മത്തിന് ചോദിക്കുക. അള്ളാഹു നമുക്ക് വാരിക്കോരി നൽകും. അത്ര മഹത്വമേറിയ ദിവസമാണ് ഇന്നും നാളെയും. അതുകൊണ്ട് ഈ ദിവസത്തിൽ ഒരിക്കലും നമ്മൾ ഈ ദിവസത്തെ നമ്മൾ പരിഗണിക്കാതെ കളഞ്ഞു പോകരുത്. നമുക്കത് വലിയ നഷ്ടമാകും. പ്രത്യേകിച്ച് നാളെ നമ്മൾ എല്ലാവരും നോമ്പ് നോൽക്കൽ വളരെയധികം സുന്നത്തുള്ള കാര്യമാണ്. ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന നോമ്പാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ദിവസം നമ്മൾ അറഫയിൽ സംഗമിക്കുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് അവരുടെ ഹൃദയം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ട ഒരു നിമിഷമായ ആ ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു 100 ഖുൽ ഹു അല്ലാഹു
അത് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. നാളെ ഇൻഷാ അള്ളാഹ് നമ്മുടെ അറഫ ദിവസത്തിൻ്റെ പ്രത്യേക പരിപാടികൾ, പ്രത്യേക ദിക്ർ, സ്വലാത്ത്, മജ്ലിസുകൾ ഉണ്ടാകും. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ലക്ഷക്കണക്കിന് ഹാജിമാരുടെ കൂടെ നിന്നുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഏറെ പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ നമ്മൾ ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹ് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മളെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു ഇസ്സത്തും അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് പരിശുദ്ധമായ ഹജ്ജിനൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിലുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയും വേഗത്തിൽ അള്ളാഹു അതിനുള്ള ഉംറക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. സമ്പത്തും ആരോഗ്യവും അള്ളാഹു അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സമ്പത്ത് അള്ളാഹു വാരിക്കോരി അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ ദിവസത്തിൽ നിങ്ങളെല്ലാവരും ഇഷ്ക് മദീന കുടുംബത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞങ്ങളും ഇൻഷാ അള്ളാഹ് ഞാനും എല്ലാവരും നിങ്ങളെല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇഷ്ക് മദീനയുടെ കൂടെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്നത്തെ 100 ഇഖ്ലാസ് ഓതിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും മറക്കരുത്, നാളെ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇഷ്ക് മദീനയുടെ ദിക്ർ, സ്വലാത്ത്, മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. അറഫ ദിവസത്തിൻ്റെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.